ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ എവിടെയുണ്ട്? നമ്മളെവിടെയുണ്ട് ഇപ്പോ? ഞങ്ങൾ എവിടെയുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ ചെറായി ബീച്ചിലുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം, നാല് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ചെറായി ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ ഇന്ന് ഇവിടെ ഇപ്പൊ എത്ര സമയം എന്നറിയാവോ? കൊറേ നായകളുണ്ട്. 3 മണി 2:30 3 മണി. 2 മണി അല്ല, 2:30 3:30 ആയിട്ടുണ്ടാവും. നല്ല വെയിലാണ് ഗൈസ്. കേട്ടോ, ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുകയാണ്. ബീച്ചൊക്കെ വിജനമാണ് കാരണം ഉച്ച നേരല്ലേ, കുറച്ച് കഴിയുമ്പോഴൊക്കെ ആൾക്കാർ ഈ സമയത്ത് വന്ന് നമുക്ക് ബീച്ച് പിന്നെ തിരക്ക് കുറവാണ്. ഇതാണ് ചെറായി ബീച്ച്. കാല് ഭയങ്കര പൊള്ളുന്ന ചൂടാണ്. മണലൊക്കെ പൊരിഞ്ഞു നിൽക്കാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഈ വെള്ളത്തിൽ ഇറങ്ങാം. വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെയൊക്കെ കുറെ പേര് വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. ഇഷ്ടംമാതിരി ആൾക്കാർ കളിക്കുന്നു. വെള്ളത്തിലിറക്കാൻ ബീച്ചിൽ വെള്ളത്തിലിറക്കാൻ പറയും. ഇറങ്ങാൻ പാടില്ല. എങ്ങനെയുണ്ട് ഇന്നത്തെ ചെറായി ബീച്ച് അനുഭവം? ചെറായി ബീച്ച് അനുഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് നേരം കൂടി വെള്ളത്തിൽ നിൽക്കണമുണ്ടായിരുന്നു. പക്ഷേ മൈ ഡിയർ ഹസ്ബൻഡിന് സമ്മതിക്കില്ല. ഞാൻ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു കയറി വരത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബീച്ച് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ബീച്ചിൽ തന്നെ നിൽക്കണം. എനിക്ക് ബീച്ചിന് കരയിൽ കയറാനായിട്ട് ഇങ്ങോട്ട് കയറി വരാനായിട്ട് ഇഷ്ടമില്ല. വെള്ളത്തിൽ നിൽക്കണം. അതാണെങ്കിൽ സമ്മതിക്കുന്നില്ല ഗൈസ്. അതാണ് എനിക്ക് ബീച്ചിൽ കയറാനേ ഇഷ്ടമില്ല. ബീച്ച് കണ്ട അവിടെ തന്നെ ലയിച്ച്, ബീച്ചുമായിട്ട് ലയിച്ച്, കടലിൽ ലയിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. കര കാണണം, കടൽ കാണണം എന്ന് പറഞ്ഞ പോലെ. പക്ഷേ അത് വായില്ലല്ലോ. വാരി വിതറാനുള്ള സമയമായിട്ടില്ല. ഇപ്പൊ 3:30-4 മണി ആയിട്ടേ ഉള്ളൂ. മഴമൂടലുണ്ട്, അത് കാരണമായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ ഞാൻ കടൽ കണ്ടു എന്ന് പറഞ്ഞ അതെന്താ വെച്ചാൽ ബിഗ് ബോസിനകത്ത് നമ്മുടെ എന്താ പറയുക പേരെന്താ, കടൽ കണ്ടു കടലെ വിറ്റു എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ ബിഗ് ബോസിനകത്ത് എന്താ നാദിറ പാടുന്നുണ്ടായില്ലേ. അപ്പൊ അതുപോലെ നമ്മൾ കടലിൽ കര കണ്ടു, കടലിൽ കടലെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിച്ചു, മുട്ട ബജി കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു.
പൈനാപ്പിൾ ഉപ്പിലിട്ടത് കഴിച്ചു അല്ലേ? ലിക്കു കഴിച്ചു, ലിക്കു ശകല കഴിച്ചു. ലിക്കുവിന് പുളിയൊന്നും അങ്ങനെ ഇത്ര പിടിക്കുന്നില്ല അല്ലേ? ലിക്കു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം കൂടി കടലിലേക്ക് നമ്മൾ ഇറങ്ങും അല്ലേ? ഒന്നും കൂടി നമ്മൾ കടലിലേക്ക് കടൽ കാണാനായിട്ട് ഇറങ്ങുന്നുണ്ട്. പേര് പറയൂല, പേരെന്തായിരുന്നു? ഹായ്, ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് പരിചയപ്പെട്ട 2 ഫ്രണ്ട്സാണ്. ഇവർ രണ്ടിനുണ്ടാക്കിയ ഒരു പ്രത്യേക കലാരൂപമാണ്. പിരമിഡൊക്കെ പോലെ പിരമിഡ് ആയില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെള്ളം സമ്മതിക്കുന്നില്ല, കടലപ്പോൾ അതും സമ്മതിക്കുന്നില്ല. ഇങ്ങോട്ട് കടലിൽ കയറി വരുന്നുണ്ട്. അടിമാലി, മൂന്നാർ അടിമാലി നല്ല സ്ഥലമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇതുപോലെ ബീച്ച്. എന്നെ കുറേ നേരം ഞങ്ങൾ വന്നിട്ട് അവിടെ ഇരിക്കുവാൻ, ഇങ്ങോട്ട് ഇറക്കുന്നുണ്ടായില്ല. പിന്നെ ഇറങ്ങാം എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കാറിൻ്റെ പരിപാടി അല്ലേ? കാർ പെയിൻറ്റിങ്. എന്നാലും എബ്രോഡ് പോകാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാം എബ്രോഡ് പോകാനെല്ലാം പോകാൻ. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ സെൻറ്റർ വന്നതിന് ആലുവയിൽ കിട്ടും. അവിടുന്ന് ഇത് എവിടെ ഉള്ളൂ അല്ലേ? ഇതുപോലൊരു സാധനം അവിടെ കാണാം. അത് നിങ്ങൾ ഉണ്ടാക്കിയതാ? അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പേരെന്താണെന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഒന്ന് അടിച്ചു നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എവിടെയാണോ അവിടെ ഉണ്ട്. ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ എവിടെയുണ്ടോ അവിടെ ഉണ്ട്. അതെ അതെ, ഞങ്ങൾ എവിടെയുണ്ട്. അപ്പൊ കാണാനും ഇനിയിപ്പോ ഞങ്ങൾ എപ്പോഴേലും മൂന്നാറോ അടിമാലി വരുമ്പോൾ നിങ്ങളെ കാണാം. ഇപ്പോൾ ഗ്യാരേജ് 68. ഓക്കെ. ബീച്ചൊക്കെ നടന്ന് കണ്ട് ആകർഷകമായിട്ട് ഇവിടെ ഒരു ആർട്ട് വർക്ക് ഉണ്ട്, അടിപൊളിയല്ലേ? കേരള ലളിതകല അക്കാദമി ചെറായി ബീച്ച് ആർട്ട് പ്രോജക്ട്. നല്ല ഭംഗിയില്ലേ? അടിപൊളി ഒരു വർക്ക്.
സൂപ്പർ. രണ്ടുപേരും സൂപ്പർ സൂപ്പർ സൂപ്പർ. നല്ലൊരു ഫീൽ അല്ലേ? ബീച്ച് ഇപ്പൊ കടിച്ച് പാത്ത് ടയേർഡായി തുടങ്ങി. ഇനിയിപ്പോ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു, തിരിച്ചു പോകുന്നു. അതല്ലേ അതിന്റെ ശരി. സത്യം പറയാലോ ഗൈസ്, എനിക്ക് തിരിച്ചു പോകാൻ ഒട്ടും മനസ്സില്ല. ഇപ്പൊ ഇക്കുന് ഒത്തിരി ടയേർഡായി, ഞാനും ടയേർഡായി. അതിന്റെ പേരിൽ ഞങ്ങൾ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ കുറച്ച് കൂടി അല്ലേ, കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് ചെലവഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും. വണ്ടി തിരിക്കും. ഹലോ ഗൈസ്, നമ്മളിപ്പം കടലിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ബീച്ചിലെ വൈബൊക്കെ ആസ്വദിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടയേർഡായി. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടയേർഡായി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഉണ്ടെന്നുള്ള ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും തുടർച്ചയായി കാണുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ. Bye. See you.